അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇവിടെ ഒരു പരാതിക്കാർ പോലും ഇല്ലാത്ത ഒരു കേസിൽ അതിലാണ് ഇത്തരത്തിലുള്ളൊരു ശക്തമായ നടപടി MLA-ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും ഇദ്ദേഹത്തെ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന നിലപാട് LDF എടുക്കുകയാണ്. പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനമോ സംഘടനാപരമായ ഒരു ചട്ടക്കൂടോ ഒന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന ഈ സസ്പെൻഷൻ നാടകം എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിന് വ്യക്തമായ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്കകത്ത് പറയുന്ന പല കാര്യങ്ങളും അതിനകത്ത് അവിടെ താക്കീത് കൊടുക്കുക, ശാസിക്കുക, സസ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഭരണഘടന രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊരു പീരീഡ് ഉണ്ടാവും. അല്ല അൺലിമിറ്റഡ് സസ്പെൻഷൻ എങ്ങും പറയുന്നതില്ല. അയാളെ സസ്പെൻഡ് ചെയ്യുക, എന്നിട്ട് അയാൾക്ക് അതെന്താണെന്ന് പൊതുജനത്തോട് അറിയിക്കുക. ഇതൊക്കെയാണ് സംഘടനാപരമായ മര്യാദ. ഇത് വെറുതെ KPCC പ്രസിഡന്റ് വന്നതുകൊണ്ട് ഞങ്ങൾ അയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇത്ര നാളത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് സസ്പെൻഡ് ചെയ്യാന്ന് പറയാൻ തന്നെ അത് തന്നെ ഭരണഘടന വിരുദ്ധമാണ്. ആ പാർട്ടിക്ക് ഒരു ഭരണഘടന ഇല്ല എന്നുള്ളതിന്റെ തെളിവാണത്. പിന്നെ ഇവിടെ രാഹുലിന്റെ തടയുന്നു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് പാലക്കാട്ടെ പൊതുജനങ്ങളുടെ ഒരു വികാരമാണ്. പിന്നെ ഷാഫി പറമ്പിന് തടയുന്നൊന്നും ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം അവിടുത്തെ ആളുമല്ല, അദ്ദേഹം നേരത്തെ MP ആയിട്ടിരുന്നുള്ള MLA ആയിട്ടിരുന്നുള്ള അല്ലാതെ അദ്ദേഹത്തിന് തടയുന്നതോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി കോൺഗ്രസ് ചെയ്യേണ്ടത്, ഞാൻ പണ്ടൊരിക്കലും ചർച്ചയിൽ പറഞ്ഞതാണ്, ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ട് ആ തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയല്ല. മുകേഷ് MLA-ക്ക് വ്യഭിചാര കേസിൽ പ്രതിയായിട്ടുണ്ടെന്ന് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് അങ്ങനെ തുടരട്ടെ എന്ന് പറയുന്ന ഒരു ന്യായീകരണം ശരിയല്ല. അത് ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കുകയാണ്. തെറ്റിനെ തെറ്റായി തന്നെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യേണ്ടത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ്. അപ്പൊ MLA സ്ഥാനം തുടരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ പരാതി ശരിയാണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ വ്യക്തമായിട്ട് ഒരു സ്ത്രീയും പോലീസിന് മുന്നിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മീഡിയയുടെ മുന്നിൽ നിരവധി സ്ത്രീകളൊന്നും പരാതി നൽകിയിട്ടുണ്ട്. നിയമപരമായിട്ട് ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു കേസും നിലനിൽക്കത്തതുമില്ല. നമുക്കറിയാം ഇവിടെ സിനിമാക്കെതിരെ ഒത്തിരി കേസെടുത്തു. ആ കേസുകൾ ഒന്നും തന്നെ നിലനിന്നില്ല. കാര്യം എന്താ? അന്വേഷണ കമ്മീഷന്റെ മുന്നിലോ പോലീസിന്റെ മുന്നിലോ മൊഴി കൊടുക്കാൻ ഈ പരാതി പറഞ്ഞ ഒരൊറ്റ സ്ത്രീകൾ പോലും സിനിമാ നടികൾ തയ്യാറായില്ല. അതുകൊണ്ട് ഒരു കേസുകൾ ഇപ്പോൾ നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് ആ രീതി മാത്രമല്ലല്ലോ നമുക്കെപ്പോഴും എനിക്കെതിരെ കേസുണ്ടോ, ഞാൻ കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റം തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു സ്ഥിര മൊഴിയുടെ അല്ല പല രാഷ്ട്രീയക്കാരും പല സിനിമാക്കാരും സാംസ്കാരിക പ്രവർത്തകരൊക്കെ പറയുന്നതാണ് എനിക്കെതിരെ കേസുണ്ടോ അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് കോടതി പിടിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രത്യയശാസ്ത്രം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട സംഘടനാ നടപടികൾ ഇത് മാത്രമല്ല, ആ സസ്പെൻഷനോടൊപ്പം തന്നെ അവർക്ക് അതിനകത്തുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ, ഈ സമൂഹത്തോടൊരു ധാർമ്മിക ബോധമുണ്ടെങ്കിൽ, അതിലൊക്കെ ഉപരിയായിട്ട് പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ വലിയ ഭൂരിപക്ഷത്തിൽ ജനിച്ചു വന്നൊരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ജയിച്ചു വന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് രാജിവെച്ച് ഇലക്ഷൻ നേടാൻ തയ്യാറാകണം. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല മഞ്ചേഷേ. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഈ സീറ്റിൽ ഞങ്ങൾ വീണ്ടും ജയിക്കുമോ, രണ്ടാമതൊന്ന് BJP ജയിക്കുമോ, അതോ മൂന്നാമത് കിടക്കുന്ന LDF ജയിക്കുമോ, ഇതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ അവർക്ക് ആ സീറ്റിനെ കുറിച്ചൊരു ഉറച്ച ബോധമില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുപക്ഷെ ജയിച്ചു എന്നുള്ളതല്ലാതെ തുടർന്ന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം മാത്രമാണ്. അല്ലെങ്കിൽ അവർ രാജിവെപ്പിച്ചിട്ട് ഇലക്ഷൻ നടത്തട്ടെ. തീർച്ചയായിട്ടും കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസിന്റെ ടിക്കറ്റിലാണ് രാഹുൽ മത്സരിച്ചതെങ്കിൽ ഉത്തരവാദിത്തമുള്ള പാർട്ടി പ്രവർത്തനം എന്നുള്ളതിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ അതോടൊപ്പം തന്നെ MLA മറ്റൊരു പോയിന്റ് ഉണ്ട്. ഈ പരാതിക്കാരികൾ ഒന്നും പോലീസിനെ സമീപിച്ചില്ല എങ്കിൽ, മൊഴി കൊടുത്തില്ല എങ്കിൽ, അപ്പോൾ ആ രാജിവെച്ചുകൊണ്ട് MLA സ്ഥാനം പോയി എന്നാകൂല്ലേ? തീർച്ചയായിട്ടും MLA സ്ഥാനം തിരിച്ചു കിട്ടത്തില്ല. മന്ത്രിസ്ഥാനം അത് നേരത്തെ ചർച്ചയിൽ പറഞ്ഞാണ്, മന്ത്രിസ്ഥാനം തിരിച്ചു കിട്ടാം, പക്ഷേ MLA സ്ഥാനം തിരിച്ചു കിട്ടാൻ രാജിവെച്ചാൽ വീണ്ടും അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇപ്പൊ ഇതൊരു 6 മാസത്തെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം നിരപരാധിയാണെങ്കിൽ വീണ്ടും 2026 ഒരു തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മത്സരിക്കാം. അതൊക്കെ അദ്ദേഹം തെളിയിക്കേണ്ട കാര്യമാണ്. ഈ സ്ത്രീകൾക്കൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല, പോലീസിന്റെ മുന്നിൽ മൊഴി കൊടുക്കാൻ ആരും പോകുന്നില്ല, തെളിയിക്കട്ടെ. അപ്പൊ നമുക്ക് തന്നെ പറയാമല്ലോ, അദ്ദേഹം പിന്നെ സീതാദേവി അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ചതുപോലെ അഗ്നിയിൽ പരിശുദ്ധി തെളിയിച്ച് പുറത്തേക്ക് വരട്ടെ. അങ്ങനെ പരിശുദ്ധരാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമൂഹം രണ്ട് കൈ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. അതിനൊന്നും ഞങ്ങൾക്ക് എതിരൊന്നുമല്ല. പക്ഷേ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന കോൺഗ്രസിന്റെ ഒരു രീതി ശരിയല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പൊതുജനങ്ങളൊക്കെ വെളുപ്പിക്കാനുള്ള രീതി മാത്രമാണ്. പക്ഷെ കേരളത്തിലെ പൊതുജനം അത്രയും വിഡ്ഢികൾ വല്ലതും അവരിതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരാണ്. അതിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ട ആവശ്യമില്ല. പൊതുജനത്തിന് കാര്യങ്ങൾ വിലയിരുത്താനുള്ള കഴിവ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി, അത് പാലക്കാട്ട് മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും സമീപ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുന്നുള്ള പരിപൂർണ്ണ ബോധം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഉരുണ്ടുകളി ഉണ്ടാകുന്നത്.
പിന്നെ രാഹുൽ മാങ്കുട്ടത്തിനായാലും ആരെയായാലും തടയണമെന്നുള്ള അഭിപ്രായക്കാരെന്നുള്ള ഞാൻ ഞാൻ അതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇടതുപക്ഷത്ത് LDF-ന് മൊത്തത്തിലൊക്കെ ഒരു തീരുമാനമൊന്നുമില്ല. ഞങ്ങളൊക്കെ LDF-നകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ നിയോജകമണ്ഡലം കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിന് തടയാനായാലും കാര്യം അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കാത്തടത്തോളം കാലം അദ്ദേഹം MLA ആണ്. MLA എന്നുള്ള നിലയിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ബന്ധപ്പെട്ടേക്കാം. അങ്ങനെയുള്ള ആ രീതിയിലുള്ള ഒരു സമരമുറയിലേക്കൊന്നും പോകേണ്ട കാര്യം. കൊല്ലത്ത് ശരി മുകേഷ് തടയുമ്പോഴാണ് ഞങ്ങൾ എതിർത്തവരാണ്. ശരി